ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനാണെങ്കിൽ കരുണയെടുത്തുനിന്ന് മുട്ടൻ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് തന്നെ. കരുണയാണെങ്കിൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പ്രതാപനെ ആണെങ്കിൽ. പെട്ടെന്ന് തന്നെ മുത്തശ്ശിയാണെങ്കിൽ ആ കോളെടുത്ത് പ്രതാപൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയാണെ പറയുന്നുണ്ട്, ഇതാ പ്രതാപ, നിൻ്റെ മോള് കുറേ നേരമായി വിളിക്കുന്നു, എന്തായാലും അവളോട് അടുത്ത് കാര്യം പറ, ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ലെന്ന്. അവൾ അതുമായിട്ട് പ്രതീക്ഷയോടെ അവിടെ കാത്തു നിൽക്കുന്നത് വെറും ഒരു അബദ്ധമാണെന്നും അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് അവളോട് തുറന്ന് തന്നെ പറ പ്രതാപ എന്ന് പറയുമ്പോൾ, അമ്മയ്ക്കിതെന്താ, അവളാണെങ്കിൽ ഇത് കേട്ട ഉടൻ തന്നെ എന്നെ ചാടിക്കടിക്കാൻ വരും, ഇനിയിപ്പോൾ എന്താവോ എന്തോ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ പ്രതാപ, നീ കോൾ എടുക്കും, പൊന്നുമോൾ കുറേ നേരം നിന്നെ വിളിക്കുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ അങ്ങനെ ഒടുവിൽ കോൾ എടുക്കുന്നുണ്ട്. അങ്ങനെ കോൾ എടുത്ത പ്രതാപനാണെങ്കിൽ കരുണയുടെ ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറി തന്നെയാണ് കേൾക്കുന്നത്. അച്ഛന് നാണമുണ്ടോ, അച്ഛനാന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് കുറവ് തോന്നുകയാണ്, അച്ഛനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, ഉപദ്രവങ്ങൾ മാത്രമേ അച്ഛൻ ചെയ്യാറുള്ളൂ, എന്നിട്ട് ഇപ്പോൾ എന്താ കുഞ്ഞിന് നേരെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തത്, എനിക്ക് ചാവുന്ന മുന്നെങ്കിലും ആ കണ്ണനും മഹിയും ഒന്ന് സങ്കടപ്പെടുന്നത് കാണാൻ പറ്റുമോ അച്ഛാ, എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നതെന്നൊക്കെ കരുണ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, അവൻ ആദ്യമേ ഇതൊക്കെ ചെയ്യുമ്പോഴേ മുത്തശ്ശി പറഞ്ഞതാണ് ഇതൊന്നും ചെയ്യണ്ട, ഇതെല്ലാം ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല അവസാനം, എന്നിട്ട് ആ മണ്ടനാണെങ്കിൽ എല്ലാം ചെയ്തു തീർത്തു, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ വിധി ഇങ്ങനെയാണ്, എന്തായാലും എപ്പോഴെങ്കിലും ഒരവസരം നമുക്ക് തീർച്ചയായിട്ടും വരും പ്രതാപ, എന്തായാലും ഈ അവസരത്തിൽ നിന്ന് ഞാൻ കൂടെ നിൽക്കാത്തത് ഇതെന്തായാലും തിരിച്ചടി തന്നെ നമുക്കായിട്ട് തന്നെ വരുമെന്ന് എനിക്കറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാനതിന് കൂട്ട് നിൽക്കാത്തതെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, ആ ഗുണ്ടകളെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ആവുമോ, എന്തെങ്കിലുമൊക്കെ സാധിക്കുമോ, വാങ്ങിച്ച പൈസയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച് പറ, അല്ലാതെ വേറൊന്നും ഇതിൽ നടക്കാനും സാധിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രതാപ. ഗുണ്ടകളെ വിളിച്ച് നീ ഇപ്പം തന്നെ തന്ന പൈസ തിരിച്ചു തരാൻ പറ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പറ, നീ ജയിലിനകത്ത് പോകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് നടന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്, പക്ഷെങ്കിൽ ആഗ്രഹം മാത്രം പോരല്ലോ അമ്മേ, അതിന് വേണ്ട കാര്യങ്ങളും ദൈവത്തിൻ്റെ ഒരു ഇതൊക്കെ നമ്മുടെ കൂടെയും വേണം, എല്ലാം അവരുടെ കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാവുന്നതെന്നൊക്കെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. കണ്ണം വന്ന ഉടനാണെങ്കിൽ നമ്മുടെ ദുർഗയാണെങ്കിൽ സന്തോഷത്തോടു കൂടെ പേരക്കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങിൻ്റെ ഫോട്ടോസ് എല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ണനോടായിട്ടാണെങ്കിൽ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അതേസമയം കരുണയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കും കാണണം കണ്ണേട്ട കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ്, അതെന്തിനാ നീ കാണുന്നതെന്ന് ദുർഗ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് കരുണയോടാണെങ്കിൽ. അമ്മയ്ക്ക് കാണാമെങ്കിൽ എനിക്കും കണ്ടൂടെ, അതെൻ്റെ ചേച്ചിയുടെ കുഞ്ഞല്ലേ, ഓ നിൻ്റെ ചേച്ചിയുടെ കുഞ്ഞാണെന്ന് നിനക്കറിയാമോ, എന്നിട്ട് അവളെ ആ കുഞ്ഞിനെ നീ ഒരുപാട് ദ്രോഹിച്ചതല്ലേ, നിൻ്റെ വാക്ക് കേട്ട് ഞാനും ഒരുപാട് ദ്രോഹിച്ചതാണ്, പക്ഷെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ മാറി, എന്നിട്ടും നിനക്കിപ്പം മാറാൻ കഴിഞ്ഞില്ലല്ലോ കരുണ, അതുകൊണ്ട് നീ കാണണ്ടെന്നൊക്കെ ദുർഗയാണെങ്കിൽ തർപ്പിച്ച് പറയുന്നുണ്ട് കരുണയോടാണെങ്കിൽ. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, ഞാൻ കണ്ണൻ്റെ കാല് പിടിച്ചിട്ടില്ലേ അമ്മ ഇങ്ങോട്ടേക്ക് കയറിയത്, ഒരിക്കലും ഞാൻ മാറിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത്, എനിക്കും കൂടെ കാണിച്ചതാന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ശരി അമ്മേ, അവൾക്കും കൂടെ കാണിച്ചു കൊടുക്കുക, അവളുടെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങല്ലേ, അവളും കൂടെ കണ്ടോട്ടെ എന്നൊക്കെ നമ്മുടെ ദുർഗയോട് കണ്ണൻ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനസ്സോടെ കരുണയാണെങ്കിൽ ആ ഫോട്ടോസ് മുഴുവനായിട്ട് കാണുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കണ്ണനാണെങ്കിൽ കുഞ്ഞിന് നൂല് കെട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ഫോട്ടോയിലായിട്ട് കാണുന്നത് തന്നെ. അപ്പോഴേക്കും ആണെങ്കിൽ കണ്ണനോട് കരുണയാണെങ്കിൽ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഫോട്ടോയിൽ മറ്റാരെയും കാണുന്നില്ലല്ലോ, വേറെ ആരും വന്നില്ലേ അവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ അവിടെ വേറെ ആരും വന്നില്ല, ഞങ്ങൾ മാത്രമേ വന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗയാണ് ചോദിക്കുന്നുണ്ട്, മോനൊരു സ്വാമിജിയുടെ കാര്യം പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ അമ്മേ, ഒരു സ്വാമിജി അവിടെ വന്നായിരുന്നു, അയാൾ കുഞ്ഞിനെ അനുഗ്രഹിച്ചൊക്കെയാണ് പോയെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കണ്ണനോട് നമ്മുടെ കരുണയാണെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ എങ്ങനെയാണ് അനുഗ്രഹിച്ചത്, എന്നിട്ടും കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, ഇനിയിപ്പോൾ നിങ്ങൾ കൂടെ എല്ലാവരും കൂടെ ആ കുഞ്ഞിനൊന്നും വരുത്താതിരുന്നാൽ മതി, വേറൊന്നും തന്നെ എനിക്ക് പറയാനില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണനാണെങ്കിൽ കരുണയോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് തന്നെ. അപ്പോഴേക്കും ദുർഗയാണെ പറയുന്നുണ്ട്, എനിക്കും കൂടെ വരണമെന്നുണ്ടായിരുന്നു മോനെ, മോൻ വിളിച്ചതാണ്, മഹിയും എന്നെ വിളിച്ചായിരുന്നു, പക്ഷെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് ബാക്കിയുള്ളവരുടെ സന്തോഷം കൂടെ കളയാൻ എനിക്ക് തോന്നിയില്ല, ബാക്കിയുള്ളവർക്കൊന്നും ഞാൻ വരുന്നത് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നതെന്നൊക്കെ ദുർഗയാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. അമ്മയെ ഞാൻ വിളിച്ചതല്ലേ, അമ്മയ്ക്കും കൂടെ വരായിരുന്നു, അമ്മയുടെ സാന്നിധ്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത് വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ട്, അമ്മയ്ക്കും കൂടെ വരായിരുന്നില്ലേ, ഇനി എന്തായാലും അടുത്ത പ്രാവശ്യമാട്ടെ, എല്ലാവരും എന്നെ വിശ്വസിക്കുമ്പോൾ അന്ന് ഞാൻ അവിടെ വരാം, അതായിരിക്കും നല്ലതൊക്കെ ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട് കണ്ണനോടായിട്ടാണെങ്കിൽ. അപ്പോഴേക്കും ഗുണ്ടകളാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
മേലാകെ ചൊറിഞ്ഞു പൊള്ളിയത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്നുകളൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോഴേക്കും പ്രതാപൻ്റെ കോള് കണ്ടിട്ട് ഗുണ്ടകൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇയാൾ തിരിച്ച് പൈസ മേടിക്കുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും തിരിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ അതിൽ ഒരു സ്വാമിജിയായ ഗുണ്ട പറയുന്നുണ്ട്. അപ്പോഴേക്കും മറ്റേയാൾ പറയുന്നുണ്ട്, എന്തായാലും തിരിച്ച് ചോദിക്കത്തൊന്നുമില്ല, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാൾ ആവശ്യം പറയും, അല്ലാതെ വേറൊന്നും അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അയാളെ കയ്യിൽ ഇപ്പോൾ വലിയ സ്വത്തുക്കളും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞതെന്നൊക്കെ മറ്റൊരു ഗുണ്ടയാണെങ്കിൽ സ്വാമിജിയോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഹിയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് മോഹിനിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രതാപനാണ് ആ കോളുകൾ കാണുന്നത് തന്നെ. എടി ഇതാ നിൻ്റെ മോള് വിളിക്കുന്നു, അല്ലെങ്കിൽ അമ്മേ ഇവർക്ക് എന്താണ് ഇതിനു മാത്രം സംസാരിക്കാനുള്ളത്, ചിലപ്പോൾ പ്രതാപ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാവും മഹി, എന്തായാലും പെട്ടെന്ന് തന്നെ മോഹിനി ഇങ്ങോട്ടേക്ക് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിനിക്കാണെങ്കിൽ മഹാലക്ഷ്മിയുടെ കോള് കൊടുക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ എന്താ പ്രതാപ ഇങ്ങനെ നീ നിൽക്കുന്നത് സന്തോഷത്തോടു കൂടെ? ഒന്നുമില്ലമ്മേ, അവളുടെ മുഖത്ത് വലിയ റിയാക്ഷനൊന്നും വരുന്നില്ലല്ലോ, എന്താ അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത്, ചിലപ്പോൾ ആ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണുമെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മോഹിനിക്കാണെങ്കിൽ വാട്സപ്പിലൊരു മെസ്സേജ് വരുന്നത് കണ്ടിട്ട് പ്രതാപനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടെ നിൽക്കുമ്പോൾ തൻ്റെ പേരക്കുട്ടിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടെ നൂലുകെട്ട് ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോസാണ് മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിക്ക് അയച്ചിരിക്കുന്നത് തന്നെ. അങ്ങനെ ഇത് കണ്ട പ്രതാപനാണെങ്കിൽ ഭയങ്കര കോപിതനാവുന്നുണ്ട്. അപ്പോഴേക്കും ആണെങ്കിൽ കരുണയാണെങ്കിൽ കരുണാലയത്തിലെത്തുന്നുണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട്. ആ സമയത്താണ് പ്രതാപനും മുത്തശ്ശിയും മോഹിനിയൊക്കെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിൻ്റെ ഫോട്ടോ കാണുന്നത് തന്നെ. അപ്പോഴേക്കും മോഹിനിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ഫോൺ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും മോഹിനിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിതല്ലാതെ വേറൊരു പണിയുമില്ലേ ഈ കുഞ്ഞിനെ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ? അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട്, മോളെ ഞാൻ കണ്ടതൊന്നുമല്ല, അവളുടെ ഫോണിലോട്ട് എന്താണ് വന്നതെന്ന് നോക്കിയതാണ്, എനിക്ക് ആ കുഞ്ഞിനോട് ഒരു ഇഷ്ടമില്ലെന്ന് എൻ്റെ പൊന്നുമോൾക്ക് അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ്റെ സ്വഭാവം ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എന്താഗ്രഹിച്ചാലും അച്ഛനത് സാധിച്ചു തരുമായിരുന്നു, ഇപ്പോൾ ഇതാ ഒന്നും അച്ഛനെ സാധിക്കാൻ കഴിയുന്നില്ലല്ലോ, അച്ഛനിപ്പോൾ എൻ്റെ അച്ഛനാന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടായി, ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം പോകുന്നെങ്കിൽ എന്നെ അധികകാലം ആരും കാണില്ലെന്നൊക്കെ കരുണയാണെങ്കിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.